രണ്ടാം താലി. രചന റംഷിദ ഫാസിൽ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അമ്മേ അമ്മേ, ഈ ഉമ്മർവാവിന് തുറന്നു വെച്ച അമ്മ ഇതെവിടെ പോയി? ദീപ്തി അമ്മ അമ്പികയെ വീടിനത്തെല്ലാം തിരഞ്ഞു. അമ്മേ! അകത്തളത്ത് അമ്മയെ കാണാതെ ഒരു വെപ്രാളത്തോടെ ദീപ്തി നീട്ടി വിളിച്ചു. ആ, ആരിത് മോളോ? ചെറുപുഞ്ചിരിയോടെ അമ്പിക തന്റെ കൈകൾ എടുത്തിരുന്ന സാരിയിൽ തുടച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. അമ്മ ഇത് എവിടെയായിരുന്നു? ഞാൻ വീടിനകം മുഴുവൻ നോക്കി, കഥ അടച്ചിട്ടുണ്ട് അമ്മേ. ദീപ്തി അല്പം വേവലാതിയോടെ ചോദിച്ചു. ഓ, അതിന് മാത്രം ഇവിടെ എന്തിരിക്കുന്നു മോളെ? അംബിക പറഞ്ഞു. രാവിലെ തന്നെ നല്ല തിരക്ക് പിടിച്ച ജോലിയാണെന്ന് തോന്നുന്നല്ലോ. എന്ത് പറയാനാ, രാവിലെ തന്നെ ഗ്യാസ് തീർന്നു. ദേവൻ വന്നിട്ടുണ്ടല്ലോ. ഞാൻ അവന് ഭക്ഷണം ഉണ്ടാക്കിയായിരുന്നു പുറത്ത് വിറകടുപ്പിലേ. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ ഒപ്പിക്കൊണ്ട് ദേവിക പറഞ്ഞു. വല്ലപ്പോഴും വരുന്നല്ലേ, കുറച്ചധികം കൂട്ടാനൊക്കെ ഉണ്ടാക്കാന്ന് കരുതി. എന്നിട്ട് ഏട്ടനെവിടെ? എണീറ്റില്ലേ? ദീപ്തി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ മുകളിലെ മുറി കാണും, എണീറ്റിട്ടില്ലാന്ന് തോന്നുന്നു. ഇന്നലെ വരുമ്പോഴേ കുറച്ച് നേരം വൈകിയിരുന്നു. യാത്രാക്ഷീണം കാണും, പാവം. അംബിക പറഞ്ഞു. മോളിരിക്കെ, അമ്മ ചായ എടുക്കാം. അംബിക ചായ എടുക്കാനേ അകത്തേക്ക് പോയി. കൂടെ ദീപ്തി. മേലെ വീട്ടിലെ മോഹന്റെയും അംബികയുടെയും മക്കളാണ് ദേവൻ എന്ന ദേവതത്തിനും ദീപ്തി. മോഹനൻ അവിടെ കുഞ്ഞുനാളിലെ മരണപ്പെട്ടു. അന്നു മുതൽ തന്നെ മക്കളെ അമ്മ അംബികയാണ് ഒറ്റയ്ക്ക് വളർത്തിയത്. അമ്മയുടെ ബുദ്ധിമുട്ട് കണ്ട് വളരെ ചെറുപ്പം മുതൽ തന്നെ ദേവൻ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ജോലികളുമായി സമ്പാദിച്ച് അവൻ കുടുംബം പുലർത്തി. നന്നായി പഠിക്കാൻ കഴിവുള്ളവൻ പഠനവും കൂടെ മുന്നോട്ട് കൊണ്ടുപോയി. ആളിന്ന് എഞ്ചിനീയറാണ്. പാലക്കാടാണ് ജോലി ചെയ്യുന്നത്. പഠിച്ചത് അവിടെ തന്നെ. ദീപ്തി വിവാഹിതയാണ്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്നു. ഭർത്താവ് വരുൺ. ആള് വിദേശത്താണ്. ഇരുവരുടെയും രണ്ടാം വിവാഹമാണ്. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം ആവുന്നതേ ഉള്ളൂ. തന്റെ 2 മക്കളും നല്ല നിലയിൽ എത്തണമെന്നായിരുന്നു അംബികയുടെ ആഗ്രഹം. അംബികയ്ക്ക് കൂട്ടിന് തൊട്ടടുത്ത് സഹോദരനും കുടുംബവുമുണ്ട്. അല്ലാമേ, ഏട്ടന്റെ യുവാ ചർച്ച എവിടെ വരെ എത്തി? കയ്യിലുള്ള ചായ ഊതിക്കൊണ്ട് ദീപ്തി ചോദിച്ചു. അവന് ഇപ്പോഴെങ്കിലും വിവാഹത്തിന് സമ്മതിച്ചില്ലെന്ന് ആശ്വാസത്തിലാ മോളെ ഞാൻ. അന്നത്തെ ആ പ്രശ്നങ്ങൾക്ക് ശേഷം വിവാഹമേ വേണ്ടെന്ന നിലപാടായിരുന്നല്ലോ അവന്. ഏതോർമ്മയിൽ അംബിക പറഞ്ഞു. ഇപ്പൊ അവനായിട്ട് എന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞല്ലോ. അംബിക ആശ്വാസത്തോടെ ദീപ്തിയെ നോക്കി പറഞ്ഞു. എങ്കിലും വിവാഹത്തിന് ആരെയും ക്ഷണിക്കുന്നില്ല, ലളിതമായിട്ട് ചടങ്ങുകൾ നടത്താമെന്നാ അവൻ പറയുന്നു. അതിനെന്താമ്മേ, അത് നല്ല കാര്യല്ലേ? ദീപ്തി ചോദിച്ചു. അതല്ല മോളെ, ആകെ കൂടെ നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരടക്കം വിരലിൽ എണ്ണാവുന്ന ബന്ധുക്കളല്ലേ നമുക്കുള്ളൂ. അവരോടൊന്നും പറയാതെ എങ്ങനെയാ? അംബിക അല്പം വിഷമത്തോടെ പറഞ്ഞു. ഇക്കാര്യം ഏട്ടനോട് പറയുന്നു. ഞാനിത് അരണ്യേട്ടനോട് സംസാരിച്ചു. ആളും പറയുന്ന ഏട്ടന്റെ ഇഷ്ടം പോലെ തന്നെ മതിയെന്നാ. ദീപ്തി സമാധാനിപ്പിക്കാനെന്നോണം പറഞ്ഞു. അത് തന്നെ അമ്മേ നല്ലത്. ഏട്ടൻ പറഞ്ഞ പോലെ അമ്പലത്തിൽ വെച്ച് താലിയിട്ട് വീട്ടിൽ ചെറിയ സദ്യ, അത് മതി. അല്ല മോളെ, അരുണിന്റെ വീട്ടുകാരെ ക്ഷണിക്കണ്ടേ? അവനോ ഇവിടെ ഇല്ല. വീട്ടുകാരെല്ലാം എന്ത് കരുതും? മോളുടെ അമ്മ. അംബിക പറഞ്ഞു നിർത്തി. അതൊന്നും സാരല്ല അമ്മേ. അവരോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവരെന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ദീപ്തി താല്പര്യമില്ലാത്ത പട്ടിൽ പറഞ്ഞു. അവരിപ്പോ എങ്ങനെയാ മോളെ? അംബിക അല്പം വേവലാതിയോടെ ചോദിച്ചു. അമ്മയും മോള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരും. കുറേയൊക്കെ ഞാൻ കേട്ടിലും നോക്കും. പിടിവിട്ടാ ഞാനും സംസാരിക്കും. അവരുടെ ഒരു കളികൾ എൻ്റെ അടുത്ത് നടക്കില്ല. അമ്മയ്ക്കറിയാലോ, തുടക്കത്തിൽ അരണ്യേട്ടിന് അമ്മയുടെ വാക്കിൽ കേട്ട് അമ്മയുടെ പക്ഷം നിൽക്കുമായിരുന്നു. ഇപ്പൊ ആൾക്കും കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല, ദീപ്തി പറഞ്ഞു. അവരുടെ പഴയ മരുമകളെ പോലെയല്ല ഞാനിന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പൊ വലിയ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കാറില്ല. ദീപ്തി അല്പം ആത്മാഭിമാനത്തോടെ പറഞ്ഞു. അല്ലമ്മേ, എന്നാൽ ഈ നാട്ടിൽ ഇത്രയും പെമ്പിള്ളേരുണ്ടായിട്ടും ഏട്ടൻ എങ്ങനെയാ പാലക്കാട് നിന്ന് പെണ്ണിനെ കണ്ടുവച്ച്? ദീപ്തി സംശയത്തോടെ അമ്പിയെ നോക്കി. അറിയില്ല മോളെ. ജോലി സ്ഥലത്തുനിന്നോ മറ്റോ കണ്ടതായിരിക്കാം. അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും വേണ്ടില്ല, ആ വിവാഹത്തിന് തയ്യാറായല്ലോ, അത് മതി. അംബിക ഒരു ആശ്വാസത്തോടെ പറഞ്ഞു. അമ്മ എടുത്തിട്ട് ഫോട്ടോ എല്ലാം കണ്ടോ? ദീപ്തി ആകാംക്ഷയോടെ ചോദിച്ചു. കണ്ടു, നല്ലൊരു കൊച്ച്. അവന് നന്നായിട്ട് ചേരും. അവനെ എണീക്കട്ടെ, മോൾക്കും കാണാലോ. അംബിക പുഞ്ചിരിയോടെ പറഞ്ഞു. അല്ല, ആരിത് ഇന്നലെ വരുന്നോണ്ട് ഇപ്പോഴാണോ ഏട്ടന്റെ കുറുമ്പി വന്ന്? ദേവൻ ദീപ്തിയുടെ തലക്കൊരു കൊട്ടുവെച്ചെടുത്തോണ്ട് ചോദിച്ചു. അതുകൊണ്ടല്ലേ ഇന്ന് നേരങ്ങൾക്ക് പിന്നെ ഓടി വന്ന്. എന്താണ്, ഒന്ന് സുന്ദരനായിട്ടുണ്ടല്ലോ. ദീപ്തി ഒന്ന് ആക്കിക്കൊണ്ട് ചോദിച്ചു. കല്യാണ ചെക്കനാണല്ലോ, വെറുതെ അല്ല. ദീപ്തി പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ ദേവൻ നോയി കളിയായിക്കൊണ്ട് പറഞ്ഞു. അവൻ ചുമ്മാ കയ്യോങ്ങിക്കൊണ്ട് പറഞ്ഞു. അല്ല, കല്യാണ പെണ്ണിന്റെ ഫോട്ടോ ഒന്നും ഈളോള് കണ്ടിട്ടില്ല, ആരും കാണിച്ചിട്ടില്ല. ദീപ്തി ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞു. ചേട്ടന് മുത്തിന് ഏട്ടനല്ലാതെ ആരവർ കാണിച്ചില്ല. ദേവൻ തന്നെ ഫോണിൽ ഫോട്ടോ എടുത്തു. ദീപ്തി ആകാംക്ഷയുടെ ഫോണിലേക്ക് നോക്കി. നിങ്ങളിതെങ്ങനെ ഒപ്പിച്ചെന്റെ ദേവൻ കാക്ക? ദീപ്തി സിനിമാ പ്രാസത്തോടെ ചോദിച്ചു. നിനക്കിഷ്ടായോ? ദേവൻ കുസൃതിയോടെ ചോദിച്ചു. പിന്നെ ഭൂനിലാവുദിച്ച പോലെയുണ്ട്. അത് കേട്ട് ദേവന്റെ മുഖം ഒന്ന് വിടർന്നു. എന്താളുടെ പേര്?
അവൾ ദേവന്റെ മുഖത്തേക്ക് നോക്കി. ആരോഹി. ആ പേര് പറഞ്ഞപ്പോൾ അറിയാതെ അവന്റെ ചുണ്ടിലെ പുഞ്ചിരി വിരിഞ്ഞു. വാവ്, ആരോഹി ദേവദത്ത്, വാട്ട് എ റൊമാൻറ്റിക് നെയിം. ദീപ്തി ദേവനെ നോക്കി. ദേവൻ എന്തെന്നില്ലാത്ത സന്തോഷമായി. എന്നാലും ഏട്ടാ പാലക്കാടേക്ക് ഒരു ട്രിപ്പ് അടിക്കാൻ എന്റെ മോങ്ങളല്ലേ ഏട്ടാ പെണ്ണുകാണില്ല എന്ന് പറഞ്ഞ് തച്ചുടച്ച്. അല്പം സങ്കടം അഭിനയിച്ചുകൊണ്ട് ദീപ്തി കുറുമ്പോടെ ദേവനോട് ചോദിച്ചു. ആ, വിവാഹശേഷം നമുക്ക് ഇടയ്ക്കിടെ ട്രിപ്പ് അടിക്കാലോ? ദേവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആ, എന്നാൽ അങ്ങനെ ആവട്ടെ. ഇവൾക്കൊരു മാറ്റവും ഇല്ലല്ലോ അമ്മേ, ദേവൻ അംബികയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ പിന്നെ ഞാനൊന്ന് അരുണിന്റെ വീട്ടിൽ പോയി വരാം, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ അവർ യുവാത്തിനെ ക്ഷണിക്കട്ടെ, ദേവൻ അമ്മയോട് പറഞ്ഞു. അത് കേട്ട അംബികയുടെ മുഖം ഇടന്നു. എന്റെ സുന്ദരി അമ്മയുടെ പിണക്കം മാറിയോ? ദേവൻ അംബികയുടെ ചുമലിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ച് ചോദിച്ചു. ഇപ്പോഴാ എനിക്കൊന്ന് ആശ്വാസമായത് മോനെ. എന്റെ അമ്മേ, എന്റെ ആകെ കൂടെയുള്ള പെങ്ങളുടെ വീട്ടുകാരോട് പറയാതിരിക്കും ഞാൻ ചുമ്മാ അറിഞ്ഞല്ലേ, ദേവൻ കണ്ണീമിക്കൊണ്ട് പറഞ്ഞു. അംബിക മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചു. പിന്നീട് അങ്ങോട്ട് വിവാഹത്തിന്റെ തിരക്കുകളായിരുന്നു. ലളിതമായ രീതിയിലാണ് വിവാഹമെങ്കിലും ഒരു കുറവുണ്ടാവരുതെന്ന് നിർബന്ധമായിരുന്നു ദേവനും കുടുംബത്തിനും. ഇന്നാണ് കല്യാണം. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വെച്ച് അംബികയും ദീപ്തിയും അവരുടെ കുറച്ച് ബന്ധുക്കളും നേരത്തെ തന്നെ അമ്പലത്തിലെത്തി. കൂടെ ദീപ്തിയുടെ ഭർത്താവിന്റെ കുടുംബവും. ദേവൻ തന്റെ കൂട്ടുകാരോടൊപ്പം അമ്പലത്തിലേക്ക് വന്നിറങ്ങി. സ്വർണ്ണക്കരയുള്ള കസവുമുണ്ടും ഷർട്ടും അണിഞ്ഞ് ദേവൻ പതിവിലും സുന്ദരനായിരുന്നു. അവന്റെ മുഖത്ത് പതിവിലും തെളിച്ചുള്ള പോലെ തോന്നി അമ്മയ്ക്കും ദീപ്തിക്കും. ആ വേഷത്തിൽ അവനെ വീണ്ടും കണ്ടപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ ഒരുപാട് നാളായി തന്റെ മകനെ കാണാൻ ആഗ്രഹിച്ച വേഷം. അവർ പതിയെ കണ്ണുടച്ചു. കൂടെ ദീപ്തിയും. പെണ്ണിന്റെ വീട്ടുകാർ കൂടെ വന്നിട്ട് ഒന്നിച്ച് അമ്പലത്തിലേക്ക് കയറാനായി എല്ലാവരും പടിക്കൽ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. പത്രക്കല്ലേ മുഹൂർത്തം, ഇതുവരെ പെൺകുട്ടിയും വീട്ടുകാരെത്തിയില്ലേ? അരുണിന്റെ അമ്മ ദേവകി താല്പര്യമില്ലാത്ത മട്ടിൽ ചോദിച്ചു. ആ, അവരെത്താറായി, കുറച്ചു മുന്നേ വിളിച്ചിരുന്നു. അംബിക പുഞ്ചിരിയോടെ പറഞ്ഞു. ഓ, ദേവകി ഒന്ന് ഇരുത്തി മൂളി. ദേ, അവരെത്തിയെന്ന് തോന്നുന്നു. ദേവന്റെ ഒരു കൂട്ടുകാരൻ താഴെ പാർക്കിങ്ങിൽ വന്ന ഒരു കാറിലേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. എല്ലാവരും ആകാംക്ഷയോടെ അങ്ങോട്ടേക്ക് നോക്കി. മധ്യവയസ്കരായ ഒരു പുരുഷനും സ്ത്രീയും കാറിൽ നിന്നിറങ്ങി. കൂടെ സഹോദരനും തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനും കുറച്ച് ബന്ധുക്കളും. ആ, ഇത് അവര് തന്നെയാണ് തോന്നുന്നു, അംബിക പറഞ്ഞു. മോളെ സമയം ആവാറായി, വാ ഇറങ്ങി. അമ്മ ലക്ഷ്മി കാറിന്റെ ഡോർ ഒന്നുകൊണ്ട് പറഞ്ഞു. നല്ല ഗോൾഡൻ കസവുള്ള കേരള സാരി എടുത്ത് മുടിയിൽ മുല്ലപ്പൂ ചൂടി മിതമായ ഒരുക്കത്തോടു കൂടി അതിസുന്ദരിയായ ആരോഹി കാറിൽ നിന്നിറങ്ങി. യാതൊരുവിധ സമയങ്ങളും ഇല്ലാതെ തന്നെ ആൾ വളരെയധികം സുന്ദരിയായിരുന്നു. അവളെ കണ്ടതും ദേവന്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ മതിമറന്ന് നോക്കി നിന്നു. അതേസമയം അരുണിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മുഖമിരുണ്ടു. അച്ഛൻ ഗോപി മാത്രം അത്ഭുതത്തോടെയും അതിലുപരി സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി നിന്നു. അയാൾ തന്റെ ഭാര്യയും മകളെ ഇടം കണ്ടിട്ട് നോക്കി. കണ്ട കാഴ്ചയിൽ വിശ്വസിക്കാനാവാതെ ഇരുവരും തറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇവരെന്താ ഇവിടെ? ആറ് മുഖത്തോട് മുഖം നോക്കി ചോദിച്ചു. ഇവളെയാണോ ദേവ വിവാഹം കഴിക്കാൻ പോകുന്നത്? അവരാകെ പരവേശപ്പെട്ടു. ദീപ്തി ഓടിച്ചെന്ന് ആരോഹിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഞാൻ ദീപ്തി, അറിയെന്നെ, ഞാനാ ദേവന്റെ ഒരേ ഒരു പെങ്ങള്. അവൾ സന്തോഷത്തോടെ പറഞ്ഞു. എല്ലാവരും അകത്തേക്ക് വന്നാട്ടെ. അംബിക അവരെല്ലാം സ്നേഹത്തോടെ ക്ഷണിച്ചു. വാ മോളെ. അംബിക ആരോഹിയെ കെട്ടിപ്പിടിച്ചു. അവൾ പുഞ്ചിരിച്ചു. ദേ, മുഹൂർത്തത്തിന് സമയായി, പൂജാരി വിളിച്ചു പറഞ്ഞു. ആ, പെട്ടെന്നാവട്ടെ. അവരെല്ലാം വേഗത്തിൽ അകത്തേക്ക് നടന്നു. എല്ലാവരും കൂടെ ധൃതി കൂട്ടിയപ്പോൾ ആരോഹിയും വീട്ടുകാരും മറ്റാരെയും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. അമ്മേ, ഇത് അവള് തന്നെയല്ലേ? അവള് ആ ആരോഹി പോലെ ഇല്ലേ? മായ സംശയത്തോടെ ചോദിച്ചു. അവളെ പോലെയല്ല, അവള് തന്നെ. ദേവിക അത് ശരിവെച്ചു. ഗോപിയേട്ടാ, എന്താ ഇവിടെ നടക്കുന്നത്? ദേവിക കോപത്തോടെ തന്റെ ഭർത്താവ് ഗോപിയോട് ചോദിച്ചു. എന്താണെന്ന് നീ കാണുന്നില്ലേ? ഗോപി ഒരു ആക്കിയഭാവത്തിൽ പറഞ്ഞു. ഇത് ഞാൻ സമ്മതിക്കില്ല, ഇതിപ്പോ ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ദേവിക രോഷാകുലയായിക്കൊണ്ട് മുന്നോട്ടേക്ക് ആഞ്ഞു. അമ്മേ, ഒന്നടങ്ങ്, എനിക്കൊന്നും ആർക്കൊന്നും അറിയില്ലെന്നാ. മായ ദേവികയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്തുതന്നെയാലും ഇത് നടക്കാൻ പാടില്ല. ദേവിക കോപത്തോടെ മുന്നോട്ട് കടന്നു. ദേവികി, ഗോപി തടഞ്ഞു. നീ ഇതെന്ത് ഭാവിച്ചാ? മതിയായില്ല നിനക്കും നിന്റെ മോൾക്കും, ഗോപി ദേഷ്യത്തോടെ പറഞ്ഞു. ഇത് അമ്പലമുറ്റ, ഇവിടെ വെച്ച് നീ വെറുതെ ബഹളം ഉണ്ടാക്കരുത്, അതാ നിനക്ക് നല്ലത്, കേട്ടല്ലോ? രണ്ടുപേരോടും കൂടിയാ നമ്മളിവിടെ വന്ന ചടങ്ങിൽ പങ്കെടുക്കാനാ. വന്ന കാര്യം നടത്തി വീട്ടിൽ പോവാം, ഗോപി താക്കീതോടെ പറഞ്ഞു. ദേഷ്യത്തിൽ ദേവിയുടെ മുഖം ചുവന്നിരുന്നു. ഇതേ സമയം അമ്പലത്തിനുള്ളിൽ ദേവൻ തന്റെ മുന്നിൽ നിൽക്കുന്ന ആരോഹിയെ ഇമവെട്ടാതെ നോയിക്കൊണ്ടിരുന്നു. ആരോഹി നാണത്താൽ തലതാഴ്ത്തി നിൽക്കുകയാണ്. ഇത് കണ്ട് ദീപ്തി ദേവനോട് കുസൃതിയോടെ സ്വകാര്യമായി പറഞ്ഞു. എന്റെ ഏട്ടാ, കുറച്ചുകൂടെ സമയം ക്ഷമിക്കേ. ദേവൻ ചെറുതായെന്ന് ചമ്മി. ദാ, താലി കെട്ടിക്കോളൂ, പൂജാരി ദേവൻ നേരെ താലി നീട്ടിക്കൊണ്ട് പറഞ്ഞു. ദേവൻ അവളെ നോക്കിക്കൊണ്ട് താലി വാങ്ങി. ചുറ്റുമുള്ളവരുടെ എല്ലാം സമ്മതത്തിനായി നോക്കി. എല്ലാവരിലും നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. കെട്ടിക്കോട്ടെ, അവൻ ആർദ്രമായി അവളോട് ചോദിച്ചു. അവൾ സമ്മതമെന്നോണം നാണത്തോടെ മൂളി.
അത്യധികം സന്തോഷത്തോടുകൂടെ ദേവൻ അവളുടെ കഴുത്തിൽ താലിയാർത്തി. ആരോഹി ഇരു കണ്ണുകളും അടച്ച് കൈകൾ കൂപ്പി നിന്നു. ചുറ്റും നിന്നവരെല്ലാം കുരവിട്ടു. എല്ലാവരിലും നിറഞ്ഞ സന്തോഷമായിരുന്നു. തന്റെ കഴുത്തിലണിഞ്ഞ താലിയിൽ ദേവന്റെ പേര് കണ്ടതും ആരോഹിയിൽ നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. ആൾ നിറകണ്ണാൽ അതിലേക്ക് നോക്കി നിന്നു. ഇനി എല്ലാവരുടെയും അനുഗ്രഹം വായിച്ചോളൂ കൂട്ടി, പൂജാരി പറഞ്ഞു. ദേവനും ആരോഹിയും തങ്ങളുടെ മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും അനുഗ്രഹം വാങ്ങി. മോളെ, അരുണിന്റെ വീട്ടുകാരൊക്കെ എവിടെ? അവരിങ്ങോട്ട് കയറിയില്ലായിരുന്നോ? അവരെ കാണാനായിട്ട് അംബിക ദീപ്തിയോട് ചോദിച്ചു. പറഞ്ഞ പോലെ അവരെവിടെ? ദീപ്തി ചുറ്റും നോയിക്കൊണ്ട് പറഞ്ഞു. ആ, ദേ വരുന്നുണ്ടല്ലോ. ദീപ്തി അകത്തേക്ക് കയറുമെന്ന് അവർ നോയിക്കൊണ്ട് പറഞ്ഞു. ഇതേ സമയം ദേവനും ആരോഹി അമ്പലത്തിൽ പ്രദക്ഷിണമൊക്കെയായിരുന്നു. നിങ്ങൾ എവിടെയായിരുന്നു? ഇങ്ങോട്ട് കയറിയില്ലായിരുന്നോ? ആ, അത് പിന്നെ ഇങ്ങോട്ട് കയറാൻ നേരം എൻ്റെ മുണ്ടിൽ കുറച്ച് അഴുക്ക് പറ്റി. അത് വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് കയറാന്ന് കരുതിയതാ, ഗോപി പറഞ്ഞു. അതെയോ, താലിയിട്ട് കഴിഞ്ഞു. അവരുടെ അകത്ത് തൊഴാൻ പോയിരിക്കുക. അംബിക സന്തോഷത്തോടെ പറഞ്ഞു. അല്ല, ദേവികയ്ക്ക് എന്ത് പറ്റി? മുഖാകെ വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ. അംബിക സംശയഭാവത്തിൽ ചോദിച്ചു. അത് പിന്നെ അവൾ ഇങ്ങോട്ട് നേരത്തെ തന്നെ കയറാൻ നിന്നായിരുന്നു. ഞാൻ അഴുക്ക് കഴുകിയിട്ട് ഒന്നിച്ചു പോവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും താലിയിട്ട് കഴിഞ്ഞല്ലോ, അതിൻ്റെയാ. ഗോപി വേഗം ഇടക്കേറി പറഞ്ഞു. ഓ, അതാണോ? അംബിക പുഞ്ചിരിച്ചു. ആ, ഏതായാലും താലിയിട്ട് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ വീട്ടിലേക്കാണല്ലോ. ഞങ്ങളെന്നാ വീട്ടിലേക്ക് എത്താം. നിങ്ങളിപ്പോൾ ഇറങ്ങില്ലേ? അത്രയും പറഞ്ഞ് ഗോപി വേഗം അവരെ കൂട്ടി കാറിനടുത്തേക്ക് നടന്നു. നിങ്ങൾ എത്ര നേരം വാ മൂടിക്കെട്ടും? ദേവി ദേഷ്യത്തോടെ ചോദിച്ചു. ദേ, നിന്റെ സ്വഭാവം കയ്യിൽ വെക്കുന്ന നിനക്ക് നല്ലത്. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഗോപി ദേഷ്യത്തിൽ പറഞ്ഞു. ഈ ദേവിക്ക് ആരാണെന്ന് നീ കാണിച്ചു തരാം. ദേവകി പിറുപിറുത്തോടെ കാറിലേക്ക് കയറി. എല്ലാവരും അമ്പലത്തിൽ നിന്നും ദേവന്റെ വീട്ടിലേക്ക് എത്തി. വളരെ മനോഹരമായ ഭംഗിയുള്ള ഒരു ഇരുനില വീട്. ആരോഹിയുടെ അമ്മ ലക്ഷ്മിക്കും അച്ഛൻ ഭാസ്കരനും വീടും പരിസരവും എല്ലാം ഒത്തിരി ഇഷ്ടമായി. ഇതേ സമയം അകത്തുനിന്നും അംബിക ആരോഹിയെ സ്വീകരിക്കാനായി നിലവിളക്കുമായി ഉമ്മറത്തേക്ക് വന്നു, കൂടെ ദീപ്തിയും. അപ്പോഴേക്കും ദേവൻ ആരോഹിയും വന്ന കാർ മുറ്റത്ത് വന്നു. ദേവൻ കാറിൽ നിന്നിറങ്ങി. അവൻ പതിയെ തന്റെ കൈകൾ ആരോഹിക്കായി നീട്ടി. അവളൊരു വിറയലോട് അവന്റെ കൈകൾ ചേർത്ത് പിടിച്ചിറങ്ങി. അവളിൽ ഒരേ സമയം സന്തോഷവും പരിഭ്രമവും തോന്നി. ഇതാ മോളെ വിളക്ക്, വലുതാൽ വെച്ച് കയറിയാട്ടെ. അംബിക സ്നേഹത്തോടെ അവൾ ക്ഷണിച്ചു. വിറയലോട് അവൾ നിലവിളക്കുമായി അകത്തോട്ട് കയറി, കൂടെ ദേവനും. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു, ഇനിയൊന്ന് സമാധാനപ്പെടേണ്ട എടുത്തി. ദീപ്തി അവളെ സമാധാനിപ്പിക്കാനെന്നോണം പറഞ്ഞു. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ആ, ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്, എല്ലാവരും കഴിക്കാൻ വന്നാട്ടെ. ദേവന്റെ അമ്മാവൻ അവിടെ വന്ന് എല്ലാവരെയും ക്ഷണിച്ചു. ആ, എന്നാ പിന്നെ ഇനി കഴിച്ചിട്ടാണ് സംസാരം, വരൂ. അംബിക എല്ലാവരോടുമായി പറഞ്ഞു. അല്ല, ദേവികയും മായയും കാണുന്നില്ലല്ലോ, അവരിങ്ങോട്ട് എത്തിയില്ലേ? നേരത്തെ ഇറങ്ങിയാണല്ലോ. അംബിക സംശയത്തോടെ ദീപ്തിയോട് തിരക്കി. ഇവർക്ക് ഇത് എന്തു പറ്റി? അംബിക ആവരാതിയോടെ പറഞ്ഞു. അമ്മയൊന്ന് സമാധാനപ്പെടും, അവർ ചിലപ്പോൾ അതേ വരികയായിരിക്കും. ദേ വരുന്നുണ്ടല്ലോ. അകത്തേക്ക് കയറിയെന്ന് അവർ നോക്കിക്കൊണ്ട് ദീപ്തി പറഞ്ഞു. ഇത് കേട്ട് വാതിലേക്ക് നോക്കിയ ആരോഹിയും മാതാപിതാക്കളും ഒരേ സമയം ഞെട്ടിത്തരിച്ച് നിന്നു. കണ്ട കാഴ്ചയിൽ മൂവരും പരസ്പരം നോക്കി സ്തബ്ധരായി നിന്നുപോയി. ആ, നിങ്ങൾ വന്നോ മോളെ? ഇത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. ദീപ്തിയുടെ ഭർത്താവിന്റെ വീട്ടുകാരാ ഇവര്. അംബിക സന്തോഷത്തോടു കൂടി ആരോഹിക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്ത്? കേട്ടത് വിശ്വസിക്കാനാവാതെ ആരോഹിയും മാതാപിതാക്കളും ശിലകണക്കെ നിന്നുപോയി. ഇത് അമ്മ ദേവി, ഇത് സഹോദരി മായ. അച്ഛൻ കൂടി ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? ദീപ്തി ചുറ്റും നോക്കിക്കൊണ്ട് അവരെ പരിചയപ്പെടുത്തി. താൻ ഒരിക്കലും കാണരുതെന്ന് കരുതിയെന്നവർ തനിക്ക് ചുറ്റും നിൽക്കുന്ന കാണെ ഇടുത്തി വീണ അവസ്ഥയിൽ നിന്ന് പോയി ആരോഹി. അവൾക്ക് തലകറങ്ങുന്നതായി തോന്നി. നീ ഇതാർക്കാ ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? ദേവതി അല്പം പുച്ഛത്തോടെ സംസാരിച്ചു തുടങ്ങി. നിങ്ങൾക്ക് മുന്നേ പരിചയമുണ്ടോ? ദീപ്തി സംശയത്തോടെ ചോദിച്ചു. പിന്നെ നിന്നേക്കാൾ മുന്നേ ഞങ്ങൾ തമ്മിൽ അറിയും, മായ കൂട്ടിച്ചേർത്തു. അംബികയും ദീപ്തി അത്ഭുതത്തോടെ നോക്കി. അല്ലേ ദേവ, നിനക്ക് വേറെ പെണ്ണിയൊന്നും കിട്ടിയില്ലേ? ഇവിടെ തന്നെ വേണമായിരുന്നു എനിക്ക് വിവാഹം ചെയ്യാൻ. ദേവന് സംശയത്തോടെ ആരോഹിയുടെയും മാതാപിതാക്കളെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അവരുടെ മുഖത്തെ ഭാവം കണ്ട് അവന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. ദേഷ്യത്താൽ അവന്റെ മുഖം ചുവന്നു. എന്താ നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അംബിക അല്പം ആവരാതിയോടെ ചോദിച്ചു. നിങ്ങളെല്ലാവരും ഞങ്ങൾ അപമാനിക്കാൻ വേണ്ടിയാണോ ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ച്? ദേവിക ഉച്ചത്തിൽ ചോദിച്ചു. എന്താ നിങ്ങൾക്ക്? നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഒന്നും മനസ്സിലാവാതെ ദീപ്തി ദേഷ്യത്തിൽ ചോദിച്ചു. അടങ്ങടി, എനിക്കൊന്നും അറിയില്ല. എന്തായാലും നല്ല ബെസ്റ്റ് ആളുകളെയാ നിന്റെ ഏട്ടൻ തെരഞ്ഞെടുത്ത്. നിർത്ത്, എന്താ നിങ്ങൾ ഇവർക്കാണ്ട കുറ്റം? സഹിക്കാനാവാതെ ദീപ്തി ശബ്ദമേറ്റി ചോദിച്ചു. ഓഹോ, ഏട്ടന് വേണ്ടി ഇത്രയും ശബ്ദമൊക്കെ ഉയർത്തു നീ? എല്ലാ കാര്യങ്ങളും അറിഞ്ഞാ നീ തന്നെയാണ് നിന്റെ ഏട്ടനെ ഏറ്റവും വെറുക്കുന്നത്, മായ പറഞ്ഞു. അങ്ങനെ വെറുക്കാൻ മാത്രം എന്താ എന്റെ ഏട്ടൻ ചെയ്ത്? ദീപ്തിക്ക് ദേഷ്യവും വാശിയും ഒരുപോലെ വന്നു. ഇവളെ ആരാണെന്നറിയോ നിനക്ക്? ദേവിക വാശിയോടെ ചോദിച്ചു. ഒന്നും മനസ്സിലാവാതെ ദീപ്തി ആരോഹിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ നിറകണ്ണുകളുമായി നിൽക്കുകയായിരുന്നു. ഇവളില്ലേ, ഇവളായിരുന്നു നിന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യ, അതായത് എന്റെ ആദ്യത്തെ മരുമകള്.
അംബിക ദേഷ്യത്തോടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായി നിന്നുപോയി. കേട്ടത് ഉൾക്കൊള്ളാനാവാതെ ദീപ്തി അംബികയും നടുങ്ങി നിന്നു. തനിക്ക് ചുറ്റും ലോകം ചുറ്റുന്നായി തോന്നി ദീപ്തിക്ക്. എന്ത്? ദീപ്തിക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞേ? ദീപ്തി വീണ്ടും ചോദിച്ചു. എന്താടി, എനിക്കിപ്പൊന്നും പറയാനില്ലേ? ദീപ്തി നോക്കിക്കൊണ്ട് ദേവി ചോദിച്ചു. എന്റെ മകൻ ഉപയോഗിച്ച ഒന്നിനും കൊള്ളാത്ത ഇവിടെയാ നിന്റെ ചേട്ടൻ നിനക്ക് നാത്തൂനായിട്ട് കൊണ്ടുവന്ന്. ദേവി വീരോടെ പറഞ്ഞു നിർത്തി. നിർത്ത്! ദേവൻ ദേഷ്യത്തോടെ മുന്നോട്ട് പാഞ്ഞു വന്നു. കുറെ നേരമായി ഞാൻ സഹിക്കുന്നു, ഇനി ഒരു അക്ഷരം മിണ്ടരുത്, ദേവൻ കോപത്തോടെ പറഞ്ഞു. അവന്റെ മുഖമെല്ലാം ദേഷ്യത്താൽ വലിഞ്ഞുറുകിയിരുന്നു. അവന്റെ ഭാവം കണ്ട് ദേവകിയൊന്ന് വിറച്ചു. അവൻ നേരെ ആരോഗ്യ വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. ഇനി ഈ ദേവൻ കിട്ടിയ പെണ്ണ, ഇവളെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല, അവൻ ഉറപ്പോടെ പറഞ്ഞു. ആരോഗ്യ അവന്റെ ചുമലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എന്തു പറയണമെന്നറിയാതെ മകളുടെ അവസ്ഥ കണ്ട് ലക്ഷ്മിയും ഭാസ്കരനും കണ്ണു നിറച്ച് നിന്നു. എന്താ അവിടെ? അകത്തേക്ക് വന്ന ഗോപി ചോദിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവരുടെയും മുഖഭാവം കണ്ടപ്പോൾ തന്നെ ഗോപിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ദേവകി, അയാൾ ദേഷ്യത്തോടെ വിളിച്ചു. ഞാനൊന്ന് മാറിന്നപ്പോഴേക്കും നീ എന്തെല്ലാം അവിടെ കാട്ടിക്കൂട്ടുന്നു? അയാൾ ദേഷ്യത്തോടെ അവർ തന്നെ നേർക്ക് പിടിച്ചു ചോദിച്ചു. വാ എന്റെ കൂടെ. ഗോപി ദേഷ്യത്തോടെ ദേവിയുടെ കൈ പിടിച്ച് വലിച്ചു. മോനെ ദേവ, ക്ഷമിക്കണം, അവൾക്ക് വേണ്ടി ഞാൻ എല്ലാവരോടും മാപ്പി ചോദിക്കുക. അത്രയും പറഞ്ഞ് ഗോപി ദേവികയും കൂട്ടി അവിടുന്ന് പോയി. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ ദീപ്തി അംബികയും ദേവന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഏട്ടാ, എന്തൊക്കെയാ അവരിപ്പോ പറഞ്ഞിട്ട് പോയത്? ദീപ്തി ദേവനോട് ദയനീയമായി ചോദിച്ചു. ഏട്ടനെല്ലാം പറയാം മോളെ. മോനെ ദേവ, ഞങ്ങള് ഭാസ്കർ അല്പം മടിയോടെ പറഞ്ഞു നിർത്തി. ആരും പേടിക്കണ്ട, കഴിച്ചിട്ട് പോവാം. ദേവൻ എല്ലാവരെയും കൂട്ടി മുന്നോട്ട് നടന്നു. എല്ലാവരും മടിയോടെ അവൻ അനുഗമിച്ചു. ആർക്കൊന്നും കഴിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കഴിച്ചെന്ന് വരുത്തി എല്ലാവരും എഴുന്നേറ്റു. പോകാൻ നേരം എല്ലാവരോടും യാത്ര പറയാനായി ലക്ഷ്മിയും ഭാസ്കരനും അകത്തേക്ക് പോയി. ആരോ ഈ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. കരയിലെ മോളെ, മോളെ ദൈവം കൈവിടില്ല. ഉള്ളിലെ സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് ലക്ഷ്മി അവളെ സമാധാനിപ്പിക്കാനെന്നോണം പറഞ്ഞു. മോനെ, എന്റെ മോള്. ഭാസ്കരൻ ദേവന്റെ കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണീരോടെ പറഞ്ഞു. ഒരച്ഛന്റെ നിസ്സഹായത അവരുടെ കണ്ണുകളിൽ കാണാമായിരുന്നു. അവളെ കൈവിടല്ലേ മോനെ, അയാൾ കണ്ണീരോടെ പറഞ്ഞു. അച്ഛനൊന്നും പേടിക്കണ്ട, എന്റെ ജീവനായിട്ട് അവളെ ഞാൻ സംരക്ഷിക്കും, അവൻ ഭാസ്കരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ വാക്കുകൾക്ക് ഉറപ്പുള്ളതായി തോന്നി അയാൾക്ക്. ലക്ഷ്മി പതിയെ അംബികയുടെ അരികിലേക്ക് നടന്നു. കൈകൾ കൂപ്പിക്കൊണ്ട് നിന്നു. ഒരമ്മയുടെ ഉള്ളിലെ ഭയവും വെപ്രാളവുമെല്ലാം അവരിൽ നിറഞ്ഞു. എന്തു പറയണമെന്നറിയാതെ അംബികയും ദീപ്തിയും കണ്ണു നിറച്ച് നിന്നു. എല്ലാവരും മനസ്സിൽ വലിയൊരു ഭാരത്തോടെ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോയി. എല്ലാവരും പോയപ്പോൾ ആരോഹിക്ക് താൻ ദേവൻ അവളെ ചേർത്ത് നിർത്തി. വാ, ഒന്ന് ഫ്രഷ് ആയിക്കോ, ദേവൻ പറഞ്ഞു. ആരുടെയും മുഖത്ത് നോക്കാനാവാതെ ആൾ അവന്റെ കൂടെ മുറിയിലേക്ക് പോയി. അംബികയും ദീപ്തിയും തകർന്നിരിക്കുകയാണ്. ദേവേട്ടൻ, ഞാൻ ആരോഹി വിതുമ്പലോട് അവനെ നോക്കി. ഒന്നുമില്ല, നീ റെസ്റ്റ് എടുക്കുക, കുറെ ദൂരം യാത്ര ചെയ്തല്ലേ, അവനാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനിപ്പോ വരാം. അവനോടൊന്ന് പോയി. ആരോഹി സങ്കടത്തോടെ ബെഡിലിരുന്നു. ദേവൻ നേരെ അമ്മയുടെയും ദീപ്തിയുടെ അരികിലേക്കാണ് പോയത്. ഇരുവരും ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ദേവനെ കണ്ടപ്പോൾ ഇരുവരും അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തൊക്കെയാ മോനെ ഇവിടെ സംഭവിക്കുന്നത്? നീ എല്ലാം നേരത്തെ അറിഞ്ഞോണ്ടാണോ? ഞങ്ങളോടൊരു വാക്ക് പറയായിരുന്നില്ലടാ നിനക്ക്. നിന്റെ പെങ്ങളെ കുറിച്ച് ഓർത്തു തോന്നി, അവളിതെങ്ങനെ സഹിക്കും? ദേവിക്ക് ദേവനെ നോക്കിക്കൊണ്ട് ദയനീയമായി ചോദിച്ചു. അമ്മേ, ഏട്ടനെ കുറ്റപ്പെടുത്തല്ലേ, ഏട്ടൻ പറയട്ടെ. മോളെ ആരോഹി, അവളുടെ രണ്ടാം വിവാഹമാണെന്ന് എനിക്കറിയായിരുന്നു, ദേവൻ പറഞ്ഞു. ഒരു ഞെട്ടിലോടെ ദേവിക അവനെ നോക്കി. അവൻ തുടർന്നു. അതെ അമ്മേ, അവളുടെ വിവാഹം കഴിഞ്ഞാണെന്ന് മുന്നേ പറഞ്ഞിരുന്നു. പക്ഷെ ആരെയാണ് വിവാഹം കഴിച്ചതെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല, അന്വേഷിച്ചില്ല, അതാണ് സത്യം. അവൻ നിർത്തി. കാരണം എനിക്കെന്റെ പ്രണയമാണ് അവള്. നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവനാണ് എനിക്ക് തിരികെ കിട്ടിയത്. ഏതോ ഓർമ്മയിൽ അവൻ പറഞ്ഞു. ദേവികയും ദീപ്തി ആശ്ചര്യത്തോടെ പരസ്പരം നോക്കി. അവൾ എൻ്റെ പ്രണയം. ദേവന്റെ ഓർമ്മ കുറച്ചു വർഷങ്ങൾ പിന്നിലേക്ക് പോയി. ദേവൻ എഞ്ചിനീയറിംഗ് അവസാന വർഷം പഠിക്കുന്ന കാലം. നന്നായി പഠിക്കാൻ കഴിവുള്ളവന് പാലക്കാട് GECയിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അവിടുത്തെ അവന്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു കിരണും നവനീതും. കോളേജിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഗ്യാങ് ആയിരുന്നു ഇവരുടേത്. പല പെൺകുട്ടികളുടെയും ആരാധനാപാത്രമായിരുന്നു അവർ. ആർക്കും തന്നെ പിടികൊടുക്കാതെ അവർ കോളേജ് ലൈഫ് അടിച്ചു പൊളിച്ച് ആസ്വദിക്കുകയായിരുന്നു. മൂവരും കോളേജിലേക്ക് വരുന്നോ പോകുന്നെല്ലാം കിരണിന്റെ ബൈക്കിലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ബൈക്കിന് എന്തോ ഒരു കംപ്ലൈന്റ്. അളിയോ, പണിവാളി, ഇനി എന്ത് ചെയ്യും? കിരൺ ദേവനോടും നവനീതിനോടുമായി ചോദിച്ചു. എന്ത് ചെയ്യാനോ, ബസ് തന്നെ ശരണം, ദേവൻ പറഞ്ഞു. എന്നാ പിന്നെ ഞാനിന്ന് വരുന്നില്ല, കിരൺ മടിയോടെ പറഞ്ഞു. എന്നാ ഞാനുമില്ല, നവനീതും കിരണിനൊപ്പം ചേർന്നു. ആ, നിങ്ങൾ വരുന്നില്ലേ വേണ്ട, ഞാൻ പഠിച്ചാൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ, അതുകൊണ്ട് ഞാൻ പോവാ. അത്രയും പറഞ്ഞുകൊണ്ട് ദേവൻ ഇറങ്ങി. കുറെ നാളുകൾക്ക് ശേഷമാണ് അന്ന് ദേവൻ കോളേജിലേക്ക് ബസ്സിന് പോയത്.
അങ്ങനെ കോളേജ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി ഒറ്റയ്ക്ക് മുന്നോട്ട് നടന്നു. സാധാരണ കോളേജിനകത്തോട്ട് ബൈക്ക് കൊണ്ടുപോകാനാണ് പതിവ്. ഇന്ന് ആരുമില്ലാതെ ഒറ്റക്കായതിനാൽ ചുറ്റും ആസ്വദിച്ചുകൊണ്ടാണ് മുന്നോട്ട് നടന്നത്. അപ്പോഴാണ് തനിക്കെതിരെ നടന്നു വരുന്ന ഒരു പെൺകുട്ടിയാവും ശ്രദ്ധിച്ച്. കോളേജിന്റെ പരിസരത്തൂടെ പേടിച്ചാണ് അവൾ നടന്നിരുന്നത്. കൂടെ അവളുടെ അച്ഛനും ഉണ്ടായിരുന്നു. അവളെ കണ്ട മാത്രയിൽ ദേവൻ നോക്കി നിന്നുപോയി. ഒരു പാവം പെൺകുട്ടി. അവളുടെ നിഷ്കളങ്കതയും സൗന്ദര്യവും അവൾ അവനിലേക്ക് അടുപ്പിച്ചു. അവളുടെ കണ്ണിലെ തിളക്കം അവനെ കൂടുതൽ ആകർഷിപ്പിച്ചു. തങ്ങളുടെ കോളേജ് ബസ് സ്റ്റോപ്പിൽ നിന്നാണ് അവൾ ബസ് കാത്ത് നിൽക്കുന്നത്. ഇത്രയും കാലം താനിവളെ കാണാൻ വൈകിപ്പോയല്ലോ എന്നായിരുന്നു ദേവന്റെ മനസ്സ് അവനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് എന്നും അവളെ കാണാനായി ഓരോ കാരണങ്ങളുണ്ടാക്കി അവൻ കോളേജ് ഗേറ്റിലും ബസ് സ്റ്റോപ്പിന്റെ പരിസരങ്ങളിലും നിൽക്കാൻ തുടങ്ങി. തന്റെ ഫ്രണ്ട്സിനോട് പോലും പറയാതെ അവൻ അവളെ പ്രണയിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ അവളുടെ വീടും സാഹചര്യവുമെല്ലാം അവൻ മനസ്സിലാക്കി. അവൾ പോലും അറിയാതെ പ്രണയിച്ചുകൊണ്ടിരുന്നു. അനശ്വരമായ പ്രണയം. അങ്ങനെ ഇരിക്കെ അവളുടെ അവസാന വർഷത്തെ കോളേജ് ജീവിതവും അവിടെ അവസാനിച്ചു. ഇതിനിടെ ഒരു വട്ടം പോലും അവളോട് തന്റെ ഇഷ്ടം തുറന്നു പറയാൻ അവന് സാധിച്ചില്ല. അവിടെ തന്നെ പ്ലേസ്മെന്റിനായി കാത്തിരുന്നു. ആ ഇടക്കാണ് അമ്മയ്ക്ക് വീണ് കാലിനൊരു പൊട്ടലുണ്ടായത്. ദീപ്തിക ക്ലാസ് ഉള്ളതിനാലും ദേവൻ ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ടും അമ്മയെ നോക്കാനായി ദേവൻ തിരികെ വീട്ടിലേക്ക് വന്നു. വീട്ടിലാണെങ്കിലും അവന്റെ മനസ്സ് അവളിലായിരുന്നു. ഇടയ്ക്കിടെ അവൻ അമ്മയോടും അനിയത്തിയോടും അവളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമായിരുന്നു. എൻ്റെ മോന് അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ, എങ്കിൽ നമുക്കൊന്ന് ആലോചിച്ചാലോ? അമ്മ അവനോട് ചോദിച്ചു. എൻ്റെ അമ്മേ, മനസ്സിൽ തോന്നിയ ഇഷ്ടം പോലും തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത ഈ മണ്ടനാണോ ഇനി കല്യാണം നോക്കുന്നത്? ദീപ്തി കളിയായി പറഞ്ഞു. നീ പോടി, എൻ്റെ മോമ ഇടിക്കനാ, അവൻ പറയും അല്ലേടാ? അംബിക തലോടിക്കൊണ്ട് ചോദിച്ചു. നടന്നു തന്നെ. ദീപ്തി മുഖം കൂട്ടി. നീ കാത്തിരുന്ന് കണ്ടോടി, അടുത്തോട്ടം കാണുമ്പോ ഞാൻ പറഞ്ഞിരിക്കും, ദേവൻ വെല്ലുവിളിയോടെ പറഞ്ഞു. 4 മാസം വേണ്ടി വന്നു അംബികയുടെ കാല് ശരിയാവാൻ. അതേസമയം തന്നെ ദേവൻ അവിടെ ജോലിയും ശരിയായി. തിരികെ പോകുമ്പോൾ അവനിൽ അവിടെ ഓർമ്മകളായിരുന്നു. എത്രയും പെട്ടെന്ന് തന്റെ പ്രണയം പറയാനായി അവൻ കാത്തിരുന്നു. യാത്രയിലുടനീളം ആ മുഹൂർത്തങ്ങളായിരുന്നു മനസ്സിൽ. ആളെങ്ങനെ പ്രതികരിക്കുമെന്ന ചിന്ത അവനിൽ അല്പം ഭയമേകി. യാത്ര ഏറെ ദൈർഘ്യമുള്ളതായി തോന്നി അവന്. അവൻ അവളെ കാണാനായി എന്നും കാണാറുള്ള ബസ് സ്റ്റോപ്പിന്റെ പരിസരത്ത് കാത്തുനിന്നു. വരാറുള്ള സമയം കഴിഞ്ഞിട്ടും അവളെ കണ്ടില്ല. ഏറെ സങ്കടത്തോടെയും അതിലുപരി പ്രതീക്ഷയോടെയും അവൻ കാത്തുനിന്നു. നിരാശയായിരുന്നു ഫലം. ആ ഒരാഴ്ച മുഴുവൻ അതേ സമയത്ത് അവൻ കാത്തുനിന്നു. പക്ഷെ അവൾ മാത്രം വന്നില്ല. ആൾക്ക് വല്ല അസുഖവുമാണോ എന്ന സംശയത്താൽ അവൻ അവളുടെ വീടിനേക്ക് വരെ ചെന്നു. അവളെ കാണാനാവാത്ത നിരാശയിൽ തിരിക്കുമ്പോഴാണ് കോളേജിലെ ജൂനിയറായി പഠിച്ച ഒരു പെൺകുട്ടിയെ കാണുന്നത്. അവളുടെ അയൽപ്പക്കത്തായിരുന്നു അവളും. തെല്ലൊരു മടിയോടെ അവൻ അവളെ പറ്റി തിരക്കി. അവളിൽ നിന്ന് കേട്ട വാക്കുകൾ വിശ്വസിക്കാനാവാതെ അവനാകെ തകർന്നുപോയി. അവൾ 1 മാസം മുന്നേ വിവാഹിതയായിരിക്കുന്നു. ദേവന് തല ചുറ്റുന്ന പോലെ തോന്നി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അതേ നിൽപ്പ് നിന്നു. ഒരിക്കൽ പോലും ഒന്ന് സംസാരിക്കാനോ തന്റെ ഇഷ്ടമറിയിക്കാനോ സാധിക്കാത്തതിനാൽ അവനേറെ സങ്കടം തോന്നി. പിന്നീട് അവൻ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അവൻ തിരികെ നാട്ടിലേക്ക് വന്നു. അവന്റെ ഉള്ളം വിങ്ങുകയായിരുന്നു. മകന്റെ അവസ്ഥയിൽ അമ്മയും സഹോദരിയും എന്തോ പറയണമെന്നറിയാതെ നിൽക്കേണ്ടി വന്നു. അവനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ദീപ്തിയുടെ ക്ലാസ് കഴിഞ്ഞു. അവൾക്കൊരു യുവാലോചന വന്നു. അമ്മയ്ക്ക് തന്റെ മക്കളുടെ 2 വിവാഹം ഒന്നിച്ച് നടത്താൻ ഒരു ആഗ്രഹം തോന്നി. അത് ഇപ്പോൾ ഉള്ള ദേവന്റെ മാനസികാവസ്ഥയിൽ നിന്നും ഒരു ശമനം കിട്ടട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു. ആ ഒരു ദേവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ദേവൻ അത് എതിർക്കുകയാണ് ഉണ്ടായത്. മോനെ, അമ്മയുടെ ആഗ്രഹങ്ങളൊന്നാ നിങ്ങളുടെ വിവാഹം. നിങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് അമ്മയ്ക്ക് ഒത്തിരി കൊതിയുണ്ട്. മോൻ സമ്മതിക്കണം. നിറകണ്ണുകളോടെയുള്ള അമ്മയുടെ യാചന അവന് കണ്ടില്ലെന്ന് വെക്കാനായില്ല. അവളുടെ ഓർമ്മയിൽ തങ്ങിന്നവൻ ഒടുവിൽ മനസ്സോടെ സമ്മതിച്ചു. പിന്നീട് അംബിക തന്നെ അവനായുള്ള പെണ്ണിനെ കണ്ടെത്തി. അവനെല്ലാത്തിനും യാന്ത്രികമായി നിന്നുകൊടുത്തു. ഒടുവിൽ നിശ്ചയം കഴിഞ്ഞു. കല്യാണത്തിന് 1 മാസം കൂടെയുണ്ട്. പലപ്പോഴായി ബന്ധത്തിൽ നിന്നും മാറിയാലെന്ന് വരെ അവൻ ചിന്തിച്ചു. തന്റെ അമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അവനൊന്നും ചെയ്യാൻ തോന്നിയില്ല. അങ്ങനെ വിവാഹദിനം വന്നെത്തി. എല്ലാവരും അമ്പലത്തിലെത്തി. മുഹൂർത്ത സമയമായിട്ടും പെണ്ണിന്റെ വീട്ടുകാർ വന്നില്ല. പെണ്ണിന് വേറൊരാളെ ഇഷ്ടമായിരുന്നെന്നും അവൾ ഒളിച്ചോടിയെന്നും വാർത്ത അവിടെ ആകെ പരന്നു. സത്യത്തിൽ ദേവനതൊരു ആശ്വാസമായിരുന്നു. എങ്കിലും ഒരുങ്ങിക്കിട്ടൊരു കോമാളിയായി എന്ന തോന്നലും അവനിലുണ്ടായി. മകന്റെ വിധിയിൽ അംബിക അവനെ ദയനീയമായി നോക്കി. ഒടുവിൽ ദീപ്തിയുടെ വിവാഹം കഴിഞ്ഞു. തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ദേവൻ. അവൻ വീട്ടിൽ തന്നെ ചടഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ ദുഃഖവാർത്ത കൂടി അവരെ തേടിയെത്തുന്നത്. ദീപ്തിയും ഭർത്താവും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുകയും ഭർത്താവ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടെന്നു. ദീപ്തി ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ആ ദുരന്തത്തോടുകൂടെ എല്ലാവരും മാനസികമായി വീണ്ടും തളർന്നു. ദീപ്തി വീട്ടിലേക്ക് വന്നു. അവൾ ആ ക്ഷീണിച്ചിരുന്നു. മക്കൾ സന്തോഷിച്ചിരിക്കേണ്ട അവസരത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ അംബികയും തകർന്നുപോയി. എല്ലാം കൂടി ആയപ്പോൾ ദേവന് പിന്നീട് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഇനി ഇവിടെ നിന്നാൽ കാര്യങ്ങൾ ശരിയാവില്ലെന്ന് തോന്നിയപ്പോൾ അവൻ തന്റെ സുഹൃത്ത് കിരणे വിളിച്ച് ജോലിക്കാരെ അന്വേഷിച്ചു.
അങ്ങനെ കിരൺ വഴി അവന് പാലക്കാട് തന്നെ ജോലി ലഭിച്ചു. ഇനിയൊരു മടക്കമില്ലെന്ന് കരുതിയ അതേ സ്ഥലത്തേക്ക് അവൻ വീണ്ടും എത്തിപ്പെട്ടു. ആ വഴികളും സ്റ്റോപ്പുമെല്ലാം അവനിൽ അവിടെ ഓർമ്മകൾ അലയടിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് എങ്ങനെയൊക്കെയോ ദിനങ്ങൾ തള്ളി നീക്കി. 1.5 വർഷങ്ങൾക്ക് ശേഷം ദീപ്തിക്ക് വീണ്ടും ഒരു ആലോചന വന്നു. ഭർത്താവിന്റെ വിയോഗത്തിൽ കഴിയുകയായിരുന്ന അവളെ അവർ പറഞ്ഞു മനസ്സിലാക്കി. ഒടുവിൽ അവൾ സമ്മതിച്ചു. അങ്ങനെ ദീപ്തിയുടെ വിവാഹം അരുണുമായി നടന്നു. ആ ഇടക്കാണ് കിരൺ തന്റെ ഒരു ബന്ധുവീട്ടിൽ പോകാൻ കൂടെ വരാമോ എന്ന് ചോദിച്ച് ദേവനെയും കൂടെ കൂട്ടിയത്. അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കെ ദേവൻ പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി. മനോഹരമായ ചുറ്റുപാടുകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കെ അവന്റെ കണ്ണുകൾ അയൽപ്പക്കത്തേക്ക് എത്തി. ഒരു നിമിഷം കണ്ട കാഴ്ചയിൽ അവൻ ഷോക്കേറ്റ പോലെ നിന്നു. അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇനി ഒരിക്കൽ പോലും കാണില്ലെന്ന് കരുതി അവൾ അതാ തനിക്ക് മുന്നിൽ നിൽക്കുന്നു. അവന് ഒരേ സമയം സന്തോഷവും അതിലുപരി പരവേശവും അനുഭവപ്പെട്ടു. മുറ്റത്ത് ചെടികൾ നനയ്ക്കായിരുന്നവൾ കണ്ണെന്നു പാളിയപ്പോൾ ഒരു നിമിഷം അവന്റെ മുഖത്തേക്ക് നോക്കിയവൾ. അവൾ അവനായി ഒരു നനുത്ത പുഞ്ചിരി നൽകി. അവളുടെ കണ്ണുകൾക്ക് പഴയ തിളക്കമില്ല. ഒരു വിഷാദം മുഖത്ത് പ്രതിധ്വനിക്കുന്നുണ്ട്. ദേവ, നീ നോക്കിക്ക, വാ വാ, കിരൺ അവനെ തട്ടിക്കൊണ്ട് ചോദിച്ചു. തിരികെ വരുന്ന വഴിയിലെല്ലാം അവളെക്കുറിച്ച് പല സംശയങ്ങളും അവനിൽ ഉണ്ടായിരുന്നു. അവൻ പതിയെ കിരണിനോട് സംസാരിച്ചു തുടങ്ങി. നിനക്ക് അവരറിയോ? ആര്? കിരൺ ഒരു സംശയത്തോടെ ചോദിച്ചു. നിന്റെ ബന്ധു വീടിനടുത്തുള്ള അവരെ? ഓ, അവരോ? അറിയാം. എന്തേ? ദേവൻ ആകാംക്ഷയോടെ കിരണിനെ നോക്കി. കിരൺ പറഞ്ഞു തുടങ്ങി. ആന്റി പറഞ്ഞിട്ടുള്ള അറിവാ, എനിക്ക് അവരെ പേഴ്സണലായിട്ട് അറിയില്ല. അവർ 1 വർഷം മുന്നെയാണ് ഇങ്ങോട്ടേക്ക് വീട് മാറിയത്. മുന്നേ കുറച്ചപ്പോഴത്തേക്ക് ഇവിടെ ആയിരുന്നു. ഒരു പാവം പിടിച്ച് വീട്ടുകാരടാ. അമ്മയും അച്ഛനും 2 മക്കളും. ദേവൻ താല്പര്യത്തോടെ കേട്ടിരുന്നു. പിന്നെ അവരുടെ മകളുടെ വിവാഹം കുറച്ച് മുന്നേ കഴിഞ്ഞിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഒടുവിൽ ഡിവോഴ്സായി. 2-3 മാസങ്ങൾ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. ഒട്ടും പറ്റാതായപ്പോ ഇവര് തന്നെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു പോലും. കിരൺ പറഞ്ഞു നിർത്തി. ദേവന് കേട്ട മാത്രമേ സന്തോഷം അലതല്ലേ. അവളുടെ വീതിയിൽ വേദന തോന്നിയെങ്കിലും നഷ്ടപ്പെട്ട എന്തോ തിരികെ കിട്ടിയ ഒരു കുട്ടിയെ പോലെ അവന്റെ മനസ്സ് സന്തോഷിച്ചു. അല്ല, എന്താ പറ്റി ഡിവോഴ്സ് ആവാൻ മാത്രം? അവൻ സന്തോഷം മറിച്ച് ചോദിച്ചു. അതൊന്നും അറിയില്ല, ആന്റിക്ക് അറിയായിരിക്കും. എന്താ പോലെ എനിക്കൊരു ചാഞ്ചാട്ടം. മുറ്റത്ത് നിന്ന് അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ. ഒരാക്കിയവട്ടിൽ കിരൺ ചോദിച്ചു. ഏയ്, ഒന്നുമില്ലടാ. നിനക്കങ്ങ് ആലോചിച്ചാലോ? നല്ല കുട്ടിയാടാ. നീയാണെങ്കിൽ നിശ്ചയം മുടങ്ങിയതുകൊണ്ട് അതും കല്യാണം പോലെയാണ്. ഇനി അങ്ങനെ നോക്കുന്നുള്ളതൊക്കെയല്ലേ പറഞ്ഞത്. നീ എന്ന് പോയടാ. ദേവൻ കിരണിന്റെ തലക്കൊരു കൊട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൾക്ക് ഇപ്പോൾ വിവാഹം നോക്കുന്നുണ്ടെന്ന് ഈയിടയ്ക്ക് ആന്റി പറയുന്നത് കേട്ടോ. നമുക്കൊക്കെ ഭാര്യയും പിള്ളേരായിപ്പോയില്ലേ, എലിയെ നോക്കായിരുന്നു. കിരൺ ദീർഘശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു. ദേവനൊന്ന് പുഞ്ചിരിച്ചു. അന്നത്തെ ദിവസം ദേവന് ഉറക്കം വന്നേയില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വിളിപ്പിച്ചു. പിറ്റേന്ന് ഞാൻ നന്നായി ചിന്തിച്ചു. നീ പറഞ്ഞ പോലെ ഞാനൊന്ന് ആലോചിച്ചാലോ? ദേവൻ കിരണിനോട് ചോദിച്ചു. എന്ത്? കിരൺ മനസ്സിലാവാതെ നോക്കി. അല്ല, നീ ഇന്നലെ പറഞ്ഞില്ല ആ കുട്ടിയുടെ കാര്യം. ദേവൻ മടിയോടെ തലയുറിഞ്ഞോണ്ട് കിരണിനെ നോക്കി. എന്താടാ മോനെ ഇപ്പൊ ഒരു മനംമാറ്റം? നീയാള് കൊള്ളാലോ. കിരൺ അവനെ ഒന്ന് കളിയാക്കി. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ. ദേവൻ ഉറപ്പിച്ച് പറഞ്ഞു. എന്നോക്കെ, നമുക്ക് ആന്റിയോട് സംസാരിച്ച് തീരുമാനിക്കാം, കിരൺ പറഞ്ഞു. അങ്ങനെ അവർ കിരണിന്റെ ആന്റി വഴി അവളുടെ വീട്ടുകാരുമായി സംസാരിച്ചു. മകളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരവനോട് പറഞ്ഞു. മോനെ, എന്റെ മോൾ ഒരിക്കലും ഒരുപാട് അനുഭവിച്ച. ഇനി ഒരിക്കൽ കൂടി അവൾക്ക് അങ്ങനെ സംഭവിക്കരുത്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം വിവാഹം നടത്താം, അവളുടെ അച്ഛൻ പറഞ്ഞു. തനിക്ക് മുന്നേ തന്നെ അവൾ ഇഷ്ടമായിരുന്ന കാര്യമൊന്നും തന്നെ അവൻ പറഞ്ഞിരുന്നില്ല. അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അവളെ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന വാക്കോടെ അവൻ അവർക്ക് കൈ കൊടുത്തു. പിന്നീട് അങ്ങോട്ട് അവളുടെ സമ്മതത്തോടെ അവളെ പ്രണയിക്കുകയായിരുന്നു അവൻ. ദേവൻ തന്റെ ഓർമ്മയിൽ നിന്ന് തിരികെ വന്നു. അമ്മേ, ഇനി പറ, ഞാൻ ചെയ്ത് തെറ്റാണോ? മോഹിച്ച പെണ്ണിനെ സ്വീകരിക്കുകയാണ് ഞാൻ ചെയ്തത്. പക്ഷെ സത്യമായിട്ട് ഇതെല്ലാം ഞാനിപ്പോഴാണ് അറിയുന്നത്. കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു, പക്ഷെ ആരാണെന്ന് ഞാൻ ചോദിച്ചില്ല. അതിനൊരു ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഒരുപക്ഷെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ. ദേവൻ നിർത്തി. സാറില്ല ഏട്ടാ, ഏട്ടൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് എനിക്ക് മനസ്സിലാവും. ഏട്ടൻ കുറെ വിഷമിച്ചില്ലേ? പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നി. പക്ഷെ ഇപ്പം ഞാൻ ഓക്കെ ആയി. ഇന്ന് ഏട്ടൻ്റെ മൊത്തം ആ പഴയ സന്തോഷം ഞാൻ കണ്ടു. എനിക്കത് മതി. ചെറുപുഞ്ചിരിയാലെ ദീപ്തി പറഞ്ഞു. അമ്മേ, ഞാൻ. ദേവൻ അമ്മയെ നോക്കി. വേണ്ട മോനെ, എൻ്റെ മോൻ എത്രമാത്രം സങ്കടപ്പെട്ടു എന്ന് അമ്മയ്ക്ക് അറിയാം. ഇനി വേണ്ട. അമ്മയ്ക്ക് ദീപ്തിയുടെ കാര്യത്തിലായിരുന്നു പേടി. അവൾക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ? അംബിക ഇരുവരെയും ചേർത്തെത്തിക്കൊണ്ട് പറഞ്ഞു. ഈ പ്രശ്നങ്ങൾക്കിടയിൽ ആ കുട്ടിയോട് നന്നായിട്ട് സംസാരിക്കാൻ കൂടെ പറ്റിയില്ല. പാവം, അത് ഒറ്റയ്ക്ക് ഇരിപ്പാ. ഞാൻ പോയിട്ട് വരാം. അംബിക എണീറ്റു. ഞാനും കൂടെ വരാമേ. ഏടത്തിപ്പോ നമ്മൾ ഫേസ് ചെയ്യാനാവാതെ ഇരിക്കാവും. വാ, നമുക്ക് പോയി നോക്കാം. ഇരുവരും മുകളിലെ പടികൾ കയറി. ഇതേ സമയം പ്രിയ മുറിയിൽ തലയണ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. മോളെ, അംബിക വിളിച്ചു. ആരോയും ഞെട്ടിപ്പിടഞ്ഞ് എണീറ്റു. കരഞ്ഞു കരഞ്ഞ് അവളുടെ മുഖവും കണ്ണുമെല്ലാം ആകെ കോലം കെട്ടിയിരുന്നു. അയ്യേ, മോള് കരയാണോ? മുഖയിലാന്ന് കഴുകിക്കേ. അംബിക അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു. അമ്മേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അവൾ തേങ്ങലോടെ പറഞ്ഞു. സാരില്ല മോളെ, എല്ലാം ദൈവത്തിന്റെ തീരുമാനങ്ങളല്ലേ. മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല.
പെട്ടെന്ന് കേട്ടപ്പോൾ അമ്മയ്ക്കൊരു വിഷമം. അതാ ദേവിക അവളെ സമാധാനിപ്പിച്ചു. അതെ ഏടത്തി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ദീപ്തി പറഞ്ഞു. ആരോഗ്യ അത്ഭുതത്തോടെ ദീപ്തിയെ നോക്കി. എന്തെങ്കിലും നോക്കുന്നത്? ഞാൻ ഏടത്തി വല്ലതും പറയുന്നിരുതിയോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കൊരു ദേഷ്യമില്ല, ദീപ്തി ആശ്വസിപ്പിച്ചു. അതേ മോളെ, അംബിക അത് ഏറ്റു പറഞ്ഞു. എൻ്റെ കാര്യത്തെ ഏടത്തി വിഷമിക്കണ്ട, നിങ്ങൾക്കുണ്ടായ കാര്യമെല്ലാം എനിക്ക് നേരത്തെ അറിയാം. അരുണേട്ടൻ എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യം ഞെട്ടലോടെ ദീപ്തിയെ നോക്കി. അയ്യോ, ഏടത്തിയായിരുന്നു ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ദീപ്തി പെട്ടെന്ന് കൂട്ടിച്ചേർത്തു. അമ്മയും പെങ്ങളും കൂടെ ഒരുപാട് കുത്തി നോയിച്ചില്ലേ? അമ്മയുടെ വാക്ക് കേട്ട് അരുണേട്ടനും. ഏതോ ഓർമ്മയിൽ ദീപ്തി പറഞ്ഞു. ഒരുപാട് പാവ എങ്ങനെയായിരുത്തി, പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കുക വേണം, എന്നെ പോലെ, ദീപ്തി പറഞ്ഞു. അവർക്ക് അവരുടെ മകനാ വലുത്. കയറി വരുന്ന പെണ്ണ് അവനെ സ്വന്താക്കുന്ന പേടിയാണ്. അതിൻ്റെ പേരിൽ എന്നോടും പോയിന് വരാറുണ്ട്. പക്ഷേ ഞാൻ ഏടത്തി പോലെ പാവല്ല. എൻ്റെ അടുത്ത് ഒരു അടവും നടക്കുകയില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അരുണേട്ടന് മാറി. ഇപ്പോൾ ആൾക്ക് മനസ്സിലായി അവരുടെ സ്വഭാവം. പിന്നെ അവിടുത്തെ അച്ഛൻ്റെ കാര്യം അറിയാലോ, ഒരു പാവം ആള് മാത്രം. അരുണേട്ടനില്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കാൻ എനിക്കൊരു ബലം. എനിക്കറിയാം ഏടത്തിക്ക് അവരെക്കാൾ കൂടുതൽ അരുണേട്ടനെ കുറിച്ച് ഓർത്തായിരിക്കും ഭയന്ന്. പേടിക്കണ്ട, ആൾക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞോളാം. പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ പ്രയാസം തോന്നിയേക്കാം, അതൊക്കെ ഞാൻ ശരിയായിക്കൊള്ളാം, ദീപ്തി പറഞ്ഞു. ഏട്ടൻ പാവട്ടോ, ഏടത്തി ഒത്തിരി ഇഷ്ടമാണ്, പൊന്നു പോലെ നോയിക്കോളും, അത് ഞാൻ വാക്കിയിരുന്നു, ദീപ്തി കൂട്ടിച്ചേർത്തു. ഇതേ സമയം ദേവൻ അങ്ങോട്ടേക്ക് വന്നു. തന്റെ കുഞ്ഞു പെങ്ങൾ തന്നേക്കാൾ പക്വതയോടെ സംസാരിക്കുന്നതും പെരുമാറുന്നതും കാണെ ദേവന് ആശ്ചര്യം തോന്നി. ആ മോള് വീട്ടിലേക്ക് വിളിച്ചോ? അവരെല്ലാം വിഷമത്തിലായിരിക്കും. ആരോഗ്യം ഇല്ലെന്ന വാതിൽ തലവുരുക്കി. മോളെന്ന് അവരെയൊന്ന് വിളിച്ചെന്നേ, ഞാൻ സംസാരിക്കാം, അംബിക പറഞ്ഞു. ഇതേ സമയം പ്രിയയുടെ വീട്ടിൽ ഭാസ്കരൻ മുറ്റത്ത് ചാരസയിൽ മാനം നോക്കിയിരിക്കുകയാണ്. ഇന്നത്തെ കാര്യങ്ങളിൽ അയാളെ നന്നായിട്ട് അലട്ടുന്നുണ്ടായിരുന്നു. ഏട്ടാ, എന്തൊക്കെയാ ഇന്ന് നടന്ന്? എനിക്ക് ഇപ്പോഴൊന്നും വിശ്വസിക്കാനാവുന്നില്ല. സന്തോഷിക്കേണ്ട ദിനത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെയൊരു വിധി വന്നല്ലോ, ലക്ഷ്മി കണ്ണീരോടെ ഭാസ്കരനോട് പറഞ്ഞു. നമ്മുടെ മോള് അവളുടെ അവസ്ഥ ഓർത്തിട്ടാ എന്റെ ചങ്ക് പൊട്ടുന്നു ലക്ഷ്മി, ഭാസ്കരൻ ക്ഷീണമുള്ള സ്വരത്തോടെ പറഞ്ഞു. ഒന്നീന്ന് കരകയറിയിട്ടേ ഉള്ളൂ അവള്, എന്നാൽ ഈ ചെറുപ്രായി തന്നെ ഇത്രയും വേദന അവൾ അനുഭവിക്കേണ്ടി വന്നല്ലോ, പൊട്ടിക്കരഞ്ഞോട് ലക്ഷ്മി പറഞ്ഞു. നമുക്ക് എവിടെയാണ് വീണ്ടും തെറ്റുപറ്റിയത്? ഒരിക്കലും പറ്റിയ തെറ്റിനെ ആവർത്തിക്കരുതെന്നല്ലേ നമ്മൾ ദിനവും ദൈവത്തോട് തേടുന്നു. എന്നിട്ടും ഭാസ്കരൻ നെടുവേർപ്പെട്ടു. ദൈവം എന്തെങ്കിലും വഴി കാണിച്ചിരിക്കും ഏട്ടാ, നമുക്ക് കാത്തിരിക്കാം. അമ്മേ, ഇതാ ചേച്ചി വിളിക്കണു. ആരോയുടെ അഞ്ചൻ ആരോമൽ ഫോണുമായി അങ്ങോട്ടേക്ക് വന്നു. ലക്ഷ്മി തിടുക്കത്തോടെ ഫോൺ ഏറ്റുവാങ്ങി. ഹലോ മോളെ, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ലക്ഷ്മി അപ്രാളത്തോടെ ചോദിച്ചു. ലക്ഷ്മി, ഇത് ഞാനാ അംബിക. മറുതിരക്കൽ ശബ്ദം കേട്ട് ലക്ഷ്മിയുടെ മുഖം മാറി. ആരാ? ഭാസ്കരൻ സന്ദേഹത്തോടെ തിരക്കി. അവിടുത്തെ അമ്മയാ, ലക്ഷ്മി പതിയെ പറഞ്ഞു. എന്തോന്നും മിണ്ടാത്തെ, കേൾക്കുന്നില്ലേ? കേൾക്കാം, ലക്ഷ്മി പതിയെ പറഞ്ഞു. എന്തു പറ്റി? മകളെക്കുറിച്ച് ഒത്ത് വിഷമിച്ചിരിക്കുകയാണോ? അംബിക മയത്തിൽ ചോദിച്ചു. അത് ലക്ഷ്മി വിക്കി നിർത്തി. എനിക്കറിയാം ലക്ഷ്മി നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചതും, അംബിക പറഞ്ഞു. നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം നടന്നു. പക്ഷെ അതിൽ വലിയൊരു സത്യമുണ്ട്. എല്ലാം പതിയെ ദേവം പറയും. ഞാനിപ്പോൾ വിളിച്ചത് നിങ്ങൾ വിഷമിക്കരുതെന്ന് പറയാനാ. ഇവിടെ ആർക്കും മോളോടോ നിങ്ങളോടോ ഒരു ദേഷ്യവുമില്ല. വൈകിയാണെങ്കിലും നടക്കേണ്ടത് തന്നെയാണ് നടന്ന്. അവളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു വിഷമവും വേണ്ട. അവൾ ഞാൻ എൻ്റെ മോളായി പൊന്നു പോലെ നോക്കും. ദേവനും അച്ഛനോടുകൂടി പറഞ്ഞേക്കൂ കേട്ടോ, അംബിക പറഞ്ഞു നിർത്തി. ഞാൻ മോൾക്ക് കൊടുക്കാം. അംബികയുടെ വാക്കുകൾ കേട്ട് ലക്ഷ്മിക്ക് ആശ്വാസമായി. അവർ കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് നന്ദി പറഞ്ഞു. മോളെ, അമ്മയോട് അച്ഛനോട് സംസാരിച്ച് പെട്ടെന്ന് വാ, നമുക്ക് കഴിക്കണ്ടേ, അംബിക പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുത്തു. ദീപ്തി വാ മോളെ, അംബിക വിളിച്ചു. ഏട്ടൻ വരുന്നു ആവോ, ദീപ്തി ദേവനെ ആക്കിക്കൊണ്ട് ചോദിച്ചു. ദേവൻ ആരോഗ്യം നോക്കിക്കൊണ്ട് അവർക്കൊപ്പം പുറത്തേക്ക് പോയി. ഹലോ അമ്മേ, ആരോഗ്യ പതിഞ്ഞ സ്വരത്തിൽ സന്തോഷത്തോടെ വിളിച്ചു. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ലക്ഷ്മി തിരക്കി. ഇല്ലമ്മേ, ആരോഗ്യ സന്തോഷത്തോടെ പറഞ്ഞു. ആവൂ, ഞങ്ങൾക്ക് ഇപ്പോഴാ മോളെ സമാധാനമായത്, ലക്ഷ്മി ആശ്വാസത്തോടെ പറഞ്ഞു. മോള് സന്തോഷമായിട്ടിരിക്കെ, ദൈവം കൂടെയുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയും നന്നായിരിക്കട്ടെ, ഭാസ്കരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു. എങ്കിൽ ശരി മോളെ, അമ്മ പിന്നെ വിളിക്കാം. മോളെ അവർക്കടുത്തേക്ക് ചെല്ല്, ലക്ഷ്മി സന്തോഷത്തോടെ പറഞ്ഞു. ആരോഗ്യ പുതുജീവൻ കിട്ടിയ പോലെ സമാധാനമായി ഫോൺ വെച്ചു. ഏടത്തി കഴിഞ്ഞോ? ആരോഗ്യ മൂളി. എങ്കിൽ വാ, നമുക്ക് കഴിച്ചാലോ. ദീപ്തി ആരോഗ്യം കൂടി താഴേക്ക് പോയി. ഭക്ഷണം കഴിക്കുമ്പോഴും ആരോഗ്യ വിരലുകൾ കൊണ്ട് പ്ലേറ്റിൽ വരച്ചുകൊണ്ട് എന്തോ ഓർത്തിരിപ്പാണ്. എൻ്റെ ഏടത്തി ഇപ്പോഴത് വീട്ടിലെ ജസ്റ്റ് മൂവ് ഓൺ മൈ ഗേൾ. ഞാൻ കണ്ടില്ലേ, എല്ലാം അപ്പം തന്നെ മറന്നു. ഇന്നത്തെ കാലത്ത് ഇതെല്ലാം വലിയ കാര്യമാണോ? ലീവ് ഇറ്റ്, ദീപ്തി ചുമൽ കൂച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ ഒരാൾ നഷ്ടപ്രണയം തിരികെട്ടിയ സന്തോഷത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന ആളുടെ മൂടുകളല്ലേ.
ദേവൻ ദീപ്തിയുടെ കാലൊരു ചവിട്ടുകൊടുത്തുകൊണ്ട് കണ്ണിറുക്കി പറയുന്ന ഭാഗത്തിൽ തലയാട്ടി. ഓ സോറി. ദീപ്തി ചമ്മിയ ചിരിയോടെ മുഖം കൂട്ടി. ആരോഹി ഒന്നും മനസ്സിലാവാതെ ഇരുവരെയും നോക്കി. ഈ പെണ്ണിന്റെ നാവിനൊരു പെല്ലും ബ്രേക്കൂല. അംബികകളെ ചെറുതായി തട്ടിക്കൊണ്ട് പറഞ്ഞു. ദേവന്റെ മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ഏടത്തിയോടൊന്നും പറഞ്ഞില്ലേ? ദീപ്തി പതിഞ്ഞ സ്വരത്തിൽ ദേവനോട് ചേർന്ന് നിന്ന് ചോദിച്ചു. ദേവൻ ദയനീയമായി ചുമൽ കൂച്ചിക്കൊണ്ട് പറഞ്ഞു. സർപ്രൈസ് ആയിരുന്നല്ലേ, സോറി ഏട്ടാ, യു ക്യാരി ഓൺ. അത്രയും പറഞ്ഞ് ദീപ്തി ആരോഹിയുടെ മുഖത്ത് നോക്കി ഒരു വളിച്ച ചിരിവാസാക്കി. ആരോഹി ഇവരെന്തൊക്കെയായി കാണിക്കുന്നതെന്ന ഭാഗത്തിൽ ആ ഒരു സംശയത്തോടെ നോക്കി. മതി, വേഗം കഴിച്ചെണീറ്റ്, നേരെ ഒത്തിരിയായി, വേഗം കിടക്കാൻ നോക്ക്. അംബിക ശാസനയോടെ പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയാണ് ആരോഹി. ഇതാ മോളെ പാല്, മോള് പോയി കിടന്നു. അംബിക ആരോഹിയുടെ കയ്യിൽ പാൽ ഗ്ലാസ് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അല്പം നാണത്തോടെ ആരോഹി പാല് വാങ്ങി. അപ്പൊ എടുത്തി ഗുഡ് നൈറ്റ്, ഹാവ് എ നൈസ് ഡേ. ദീപ്തി അവളെ കെട്ടിപ്പിടിച്ചോണ്ട് വിഷ് ചെയ്തു. ഈ സമയം ആരോഹിയെ കാണാതെ കൂട്ടിലിട്ട് വരികിനെ പോലെ ദേവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുകയായിരുന്നു. അവള് നേരത്തെ എന്ത് കരുതി കാണും. അവന് സമാധാനമില്ലാതെ നടന്നു. അപ്പോഴാണ് ആരോഹി അകത്തേക്ക് വന്ന് പാൽ ഗ്ലാസുമായി നാണത്തോടെ അതിലുപരി വെപ്രാളത്തോടെ നിൽക്കുന്ന അവളെ കാണെ ദേവൻ ഒരു നിമിഷം നോക്കി നിന്നുപോയി. താൻ ഒരുപാട് ആഗ്രഹിച്ച സ്വപ്നം കണ്ട ആ നിമിഷം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഈ ഒരു നിമിഷത്തിന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു എന്ന് അവൻ അതിശയിച്ചു. പെട്ടെന്ന് സ്വബോധം വന്നവൻ അവളെ അരികിലേക്ക് വിളിച്ചു. അവൾ നാണത്തോടെ ഇരുകണ്ണുകളും താഴ്ത്തിക്കൊണ്ട് പതിയെ നടന്നു. പാല്. ആരോഹി നാണത്തോടെ ദേവന് നേരെ നീട്ടി. അവൻ പതിയെ ഗ്ലാസ് വാങ്ങി ടേബിൾ വെച്ചു. നാണം കൊണ്ട് ആൾ അവന്റെ മുഖത്തേക്ക് നോക്കിയത് പോലും ഇല്ല. ആരു? ദേവൻ ആർദ്രമായെന്ന് വിളിച്ചുകൊണ്ട് പതിയെ അവളുടെ താടി പിടിച്ച് ഉയർത്തി. ആൾ അവരെ നോക്കി പതിയെ പുഞ്ചിരിച്ചു. ഒന്നും പറയാനാവാതെ ഇരുവരും കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നു. ദേവേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? മൗനം ഭേദിച്ചുകൊണ്ട് ആരോഹി ചോദിച്ചു. എന്തെന്ന് പെണ്ണിനെ അറിയേണ്ടത്? ദേവൻ ആർദ്രതയോടെ ചോദിച്ചു. ദേവേട്ട എന്താ ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നു? ഒരിക്കലും വിവാഹം മുടങ്ങിപ്പോയി നേരുതി എന്തിനാ ഒരു രണ്ടാം കെട്ടുകാരിയായി എന്നെ തന്നെ വിവാഹം ചെയ്ത്? ആരോഹി സംശയത്തോടെ ചോദിച്ചു. ദേവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അതൊരു വലിയ കഥയാ. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും ഉണ്ട്. ദേവൻ ചിരിയോടെ ആരോഹിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേൾക്കാൻ ആരോഹിയുടെ മുഖം വാടി, അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴേക്കും കരയണോ? ഞാൻ പറയട്ടെ നീ. ദേവൻ അവളെ പിടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു. ആരായിരുന്നു അത്? ആരോഹി കണ്ണീരോടെ ചോദിച്ചു. വേറെ ആര്? എന്റെ മുമ്പിൽ നിന്ന് കണ്ണീര് വാർക്കുന്ന ഈ പൊട്ടി പെണ്ണ് തന്നെ. ദേവൻ കുസൃതിയോടെ പറഞ്ഞു. എന്ത്? ആരോഹി വിശ്വസിക്കാനാവാതെ ചോദിച്ചു. അതേടി, നീ തന്നെ. ഈ ദേവദത്ത് ആദ്യമായിട്ട് അവസാനമായിട്ടും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മാത്രം പെണ്ണ്. അത് പറയുമ്പോൾ അവന്റെ മുഖം കൂടുതൽ പ്രകാശിക്കുന്നതായി തോന്നി അവൾക്ക്. ഒന്നും മനസ്സിലാവാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. അപ്പൊ ദേവേട്ടൻ കൂട്ടുകാരൻ്റെ കൂടെ വന്നപ്പോഴല്ലേ എന്നെ കണ്ടത്? അവൾ സംശയത്തോടെ ചോദിച്ചു. അല്ല, അതിനു മുന്നേ, ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നേ. അവൻ പറഞ്ഞു. ഈ ദേവന്റെ ഉള്ളിൽ അന്നു മുതൽ കയറി കൂടിയതാ എന്റെ ഈ പെണ്ണ്. ദേവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദേവൻ തന്റെ പ്രണയവും അതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. എല്ലാം കേട്ട് ഷോക്കേറ്റ പോലെ നിൽക്കുകയായിരുന്നു ആരോഹി. തന്നോടുള്ള ദേവന്റെ പ്രണയത്തിന്റെ ആഴം മനസ്സിലാക്കി അവൾ പൊട്ടിക്കരഞ്ഞു പോയി. അവൻ അവളെ പൊതിഞ്ഞു നിർത്തി. ഇങ്ങനെ ഒരാൾ എന്നെ പ്രണയിച്ച് ഞാൻ അറിഞ്ഞില്ലല്ലോ ദേവേട്ട. അവൾ സങ്കടത്തോടെ ചോദിച്ചു. ഹേയ്, എന്താ ഇത്? സങ്കടപ്പെടല്ലേ, നീ ഓക്കെ അല്ലേ ആരു? അവൾ മൂളി. ദേവേട്ടനെ അറിയോ, ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. അച്ഛന് അസുഖം വന്നപ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെ വിവാഹം കാണുമെന്ന് ആഗ്രഹമായിരുന്നു എല്ലാവർക്കും. അങ്ങനെയാ പെട്ടെന്ന് എൻ്റെ അമ്മാവിനൊരു ആലോചന കൊണ്ടുവന്ന്. അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛന് വേണ്ടി ആ മനസ്സോടെ ആ ബന്ധത്തിന് സമ്മതിച്ചു. അങ്ങനെയാ അന്ന് ആ വിവാഹം നടന്ന്. ഞങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് കാര്യമായിട്ടൊന്നും തന്നെ എനിക്ക് തരാൻ അച്ഛന് കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ പേരിൽ കയറി ചെന്ന അന്ന് മുതൽ എനിക്ക് കുത്തുവാക്കുകൾ മാത്രമായിരുന്നു. സ്വർണം കൊണ്ടുവന്നിട്ട് മാത്രം ഒന്നീ ജീവിച്ചാൽ മതി എന്നായിരുന്നു അമ്മയുടെ വാശി. താലി കിട്ടിയ ഭർത്താവ് പോലും അതനുസരിച്ചായിരുന്നു എന്നോട് പെരുമാറിയത്. എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന പോയിട്ട് ഒരു നോട്ടം പോലും തന്നിരുന്നില്ല. അവർക്ക് അമ്മയെ പേടിയായിരുന്നു. 1-2 മാസം ഞാൻ എല്ലാം ശരിയാവുന്ന രീതിയിൽ പിടിച്ചു നിന്നു. ഒടുവിൽ സഹിക്കാനാവാതെ വീട്ടിൽ പറഞ്ഞു. എല്ലാവരെയും പോലെ തന്നെ പിടിച്ചു നിൽക്കാനായിരുന്നു ആദ്യം വീട്ടുകാർ പറഞ്ഞ്. പിന്നീട് അച്ഛൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഒന്നും കിട്ടില്ലെന്ന് കണ്ടപ്പോൾ അവരെന്നെ ഡിവോഴ്സ് ചെയ്തു. എനിക്കന്നൊന്നും സങ്കടമില്ലായിരുന്നു തോന്നിയത്. എന്തോ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഫീലായിരുന്നു. കെട്ടി ഒഴിവാക്കിയെന്ന പേര് മാത്രം ബാക്കിയായി. അങ്ങനെയാ അവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് ഞങ്ങൾ താമസം മാറിയത്. ആരോഹി വേദനയോടെ പറഞ്ഞു നിർത്തി. ഓർമ്മകൾ അവളെ ചുട്ടുപൊള്ളിക്കുന്നതായി തോന്നി ദേവന്. അവനവളെ മാറോട് ചേർത്ത് നിർത്തി. എനിക്കറിയരുത്, ദേവൻ നിന്നെ ഒന്നിനു വേണ്ടിയും വേദനിപ്പിക്കില്ല. നമ്മളാണ് ചേരേണ്ടിയിരുന്നത്. എല്ലാം വിധിയാണ്. ഒരിക്കലും ഭൂതകാലത്തെ ഓർത്തുകൊണ്ട് ഈ കണ്ണുകൾ നിറയരുത്. നീ എൻ്റെ ആണ്, എൻ്റെ മാത്രം.
ആനാൾ ഇറുകപ്പെടുന്നുകൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾക്ക് അത്രമേൽ ഉറപ്പുള്ളതായി തോന്നിയ ആരോഹിക്ക് സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവെച്ച് ഇനി അവർ ജീവിക്കട്ടെ സുഖമായി.